രാമായണ മാസാചരണത്തിന് തുടക്കം കുറിച്ച് വടക്കുംനാഥ ക്ഷേത്രത്തിൽ ആനയൂട്ട്. അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമത്തിനും ആനയൂട്ടിനും വൻ ഭക്തജനപ്രവാഹം. 65 ആനകളാണ് ഊട്ടിൽ പങ്കെടുത്തത്. കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ആനകൾ ഊട്ടിനെത്തി. ഭക്തർക്ക് ആനകൾക്ക് ഊട്ട് നൽകാനും സൗകര്യമൊരുക്കിയിരുന്നു. രാവിലെ 5-ന് ക്ഷേത്രം തന്ത്രി പുലിയന്നൂർ ശങ്കരനാരായണൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ മഹാഗണപതി ഹോമം ആരംഭിച്ചു. ഗണപതി ഹോമക്കൂട്ടിന് 12,008 നാളികേരം, 2000 കിലോ ശർക്കര, 2000 കിലോ അവിൽ, 500 കിലോ മലർ, 60 കിലോ എള്ള്, 50 കിലോ തേൻ, ഗണപതി നാരങ്ങ, കരിമ്പ് തുടങ്ങിയവയാണ് ഗണപതി ഹോമത്തിന് ഉപയോഗിച്ചത്. ക്ഷേത്രം മേൽശാന്തി ചെറുമുക്ക് ശ്രീരാജ് നാരായണൻ നമ്പൂതിരി ആദ്യ ഉരുള നൽകി ആനയൂട്ടിന് തുടക്കം കുറിച്ചു. 500 കിലോ അരിയുടെ ചോറ്, ശർക്കര, മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് ഉരുളകളാക്കിയാണ് ആനകൾക്ക് നൽകിയത്. കൂടാതെ പൈനാപ്പിൾ, കക്കിരി, തണ്ണിമത്തൻ, പഴം തുടങ്ങിയ 8ഓളം പഴവർഗ്ഗങ്ങൾ കൂടി ആനകൾക്ക് നൽകി. ദഹനത്തിന് പ്രത്യേക ഔഷധക്കൂട്ടും നൽകി. 42ാമത് ആനയൂട്ടാണ് ഇക്കുറി നടന്നത്. കേരളത്തിൽ ആനയൂട്ടിന് തുടക്കമിട്ടത് തൃശ്ശൂരിലെ വടക്കുംനാഥ സന്നിധിയിലാണ്. പോലീസ് ADVP ശ്രീ വിജയൻ സാർ ഇവിടെ എത്തിയിട്ടുണ്ട്. മേൽശാന്തി ആദ്യ നൽകിയ ശേഷം ഇവിടെ നിന്നും നിർദ്ദേശം ലഭിക്കുന്നവർക്ക് വോളണ്ടിയർമാർ പറയുന്ന പ്രകാരം മാത്രമേ ഭക്താദികൾ ആനയ്ക്ക് ഭക്ഷണം കൊടുക്കാൻ പാടുകയുള്ളൂ. ഇവിടെ നിന്നും നിർദ്ദേശം ലഭിച്ചതിന് ശേഷം മാത്രം ആനകൾക്ക് ഭക്ഷണം കൊടുക്കേണ്ടതാണ്. ഇവിടെ നിന്ന് അല്പസമയത്തിനകം മേൽശാന്തി ആദ്യ തീർച്ചയായിട്ടും പദ്ധതികൾ കുറെ നടക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. എല്ലാ ഭക്താദികൾക്കും ആനയിട്ട് കാണുന്നതിനായി ഭക്താദികൾ ദയവായി അവരുടെ തുട നടക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. 2 വീട്ടിൽ ആളുകളും വേഗം തുറന്നില്ല, എല്ലാവരും തുട നടക്കണമെന്ന് നിങ്ങൾ അഭ്യർത്ഥിക്കുന്നു. മേൽശാന്തി ആദ്യം നൽകി കഴിഞ്ഞു. പ്രകാരം ബാക്കി ആളുകൾക്ക് ആളുകളാണ് പറയുന്നവർക്ക് മാത്രം കൊടുക്കാവുന്നതാണ്. പുറത്തുമാരുടെ എല്ലാ ആളുകൾക്കും